ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വേഴ്സസ് യു എന്നുള്ള ടോപ്പിക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ പേഴ്സിൻ്റെ കറൻറ്റ് സിറ്റുവേഷനും കൂടി കാണുന്നതിന് നോക്കുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ആവുന്നില്ല, നിങ്ങളുടെ സ്റ്റോറിയല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സിൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ദ 3 ഓഫ് സോഡാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇതിന് തേർഡ് പാർട്ടിയോട് മീൻസ് ഒരു ചങ്ങലയിൽ അകപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. കാരണം എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു നേച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്കൊരു സ്നേഹമുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്ത തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആസ് എ പേഴ്സൺ ആണ് കാണുന്നത്. ഓക്കെ, അതാണ് ഞാൻ എടുത്ത് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സ്വാതന്ത്ര്യത്തോടെ അഴിച്ചിട്ട പട്ടത്തെ പോലെയൊക്കെ പാറി നടക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇവർ ആദ്യം കുറേ നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കാരണം നിങ്ങളെക്കാളും ബെറ്ററാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ, തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ തോന്നിയതുകൊണ്ട് തന്നെയാണ് ഒബ്വിയസ്ലി ഒരു നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കെയർ അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ മൊത്തം തെറ്റിയ ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയുള്ള ടൈം ഏതൊരു പ്രശ്നത്തിനും ഒരുപാട് സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എപ്പോഴും ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അങ്ങനെയും നമുക്ക് കണക്ക് കൂട്ടാം. അതായത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് പറഞ്ഞിട്ട് തന്നെയാണ് ഒരുപാട് പേര് ആസ് എ ഫാമിലി മെമ്പേഴ്സ് ഓർ നിങ്ങൾക്കറിയുന്ന ഏറ്റവും അടുത്ത പേഴ്സൺസൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചിട്ട് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞതായിട്ട്, അതായത് സെൽഫായിട്ട് ഇവരെ ബൂസ്റ്റ് ചെയ്യുന്നു, ഇവരുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ തേർഡ് പാർട്ടി വഴി പോസിബിളാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളെന്നുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നത് മനസ്സിലൊന്നുമില്ലാത്ത ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതത്രമേൽ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് ലാസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻ തന്ന ഒരു റിലേഷനാണെങ്കിൽ അങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രിയിലൂടെ ഈ ഒരു പേഴ്സൺ വിചാരിച്ചു ഈ ഒരു പേഴ്സണാണ് എൻ്റെ എല്ലാം. പക്ഷെ അവിടെ ഈ ഒരു പേഴ്സൻ്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രി. ഈ ഒരു പേഴ്സൻ്റെ എൻട്രിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷന് ബേസ് ചെയ്ത് പോയതാണ്. അതായത് ഈഗോ, ഞാൻ പറഞ്ഞ പോലെ ഈഗോ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം സെൽഫായിട്ട് നല്ല രീതിയിലായിട്ട് ഒരു പൊക്കിടിച്ച് പറയുന്നൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ വാക്കിലൊക്കെ വീഴുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇവരും ഭയങ്കര വാക്കിൽ വാക്ചാതുര്യമുള്ള വ്യക്തികൾ തന്നെയാണ്, ഒട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്സിസിറ്റി എന്നൊക്കെ പറയും, രണ്ടുപേർക്കും, തേർഡ് പാർട്ടിക്കും ഉണ്ട് അതുപോലെ തന്നെ ഇവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നു. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് 5 ഓഫ് വൺസ് ആണ്, ദ 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ഏസ് ഓഫ് സോൾസ്. ഓക്കെ, ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞു മതി, ഇനി ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള റിലേഷനുള്ള ടൈമിലും ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു പുതിയൊരു ബിഗിനിങ്ങിനല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പകരം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെ റിഗ്രറ്റ് അടുപ്പിക്കുക. കാരണം
നിങ്ങൾ വീണ്ടും നിങ്ങളായി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് പോയി സെൽഫ് ഫീലിംഗ് ഒക്കെ നോക്കി പോകുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഭയങ്കര പെയിനിലാണ്. പക്ഷെ അതേ രീതിയിലുള്ള പെയിൻ നിങ്ങളും അനുഭവിക്കണം എന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ നീ ഇല്ലെങ്കിലും നിങ്ങളില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് കാണിക്കാനുള്ള തത്രപ്പാടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എൻഡപ്പ് ചെയ്താലും ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. മാനിഫെസ്റ്റ് ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഹാർഡ് വർക്ക് കണ്ടു, ഞാൻ വെറുതെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു വജ്രമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു ഹാർഡ് വർക്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. അതായത് ഇവരിപ്പോഴും സ്റ്റക്കഡാണ് നിങ്ങളിൽ, പക്ഷെ എന്താണ് ഇവർക്കൊരു തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയൊക്കെ കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. അത് ഹാർഡ് വർക്കിംഗ് ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ഈ ഒരു മൈൻഡുമായിട്ട് കോൺഫ്ലിക്റ്റഡ് ആണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയൊരു തുടക്കമില്ല എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എത്രത്തോളം ഒരുപാട് എഫേർട്ട് എടുത്തു ഈ ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നു, നിങ്ങളായിട്ടൊരു എഫേർട്ട് എടുത്ത് ഇങ്ങോട്ട് വരട്ടെ. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ തന്നെ 101% അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കൽ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണ് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മാറിയത് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ വളരെ അത്ഭുതത്തോടെ നോക്കുന്നത്. അതിനിടയ്ക്ക് എന്ത് മിറാക്കിളാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചേഞ്ച് ഒരിക്കലും ഇപ്പോൾ പോലും അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളായിട്ട് ഇനി വരാനുള്ള ചാൻസൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും പണ്ടത്തെ നിങ്ങളോടുള്ള ആ ഒരു അപ്രോച്ചും ഇപ്പോഴുള്ള ബിഹേവിയറും ഏകദേശം കുറച്ചൊരു ഡിസ്റ്റൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പോലും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ തോന്നിയിട്ടുണ്ടാകും പണ്ടത്തെ ആ ഒരു സ്നേഹം ഇപ്പോഴില്ലേ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ സെൽഫായിട്ട് ചോദിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ആ പേഴ്സണോട് തന്നെ നിങ്ങൾക്ക് നിൽക്കപ്പുറതി അല്ലാതെ ചോദിച്ചിട്ടുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പണ്ടത്തെ വേർഷൻ ഒരുപാട് മിസ് ചെയ്യുന്നു, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള മൊമെൻറ്റ് മിസ് ചെയ്യുന്നു. നിങ്ങൾ ആ മൊമെൻറ്റാണ് മിസ് ചെയ്യുന്നത്, അല്ലാതെ ആ പേഴ്സണല്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് ഈ ഒരു പേഴ്സൻ്റെ മൂഡിനനുസരിച്ച് വീണ്ടും ആ ഒരു പേഴ്സൻ്റെ വരവ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുവാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ടോക്സിക് ആണെങ്കിൽ നിങ്ങളൊരു സിറ്റുവേഷനിൽ നിന്നും സ്റ്റേ അവേ ചെയ്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ അതുപോലെ തന്നെ സെൽഫ് ഹീലിംഗ് ഇതന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുക. അതുപോലെ ഈ ഒരു പേഴ്സൺ വീണ്ടും വന്നാൽ വീണ്ടും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കുറച്ച് സെൽഫിഷ് മൈൻഡ് തന്നെയാണ്. അതായത് അപ്പുറത്ത് ആ ഒരു റിലേഷൻഷിപ്പ് അത്രമേൽ നല്ല സുന്ദരമായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം ഇങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നല്ല, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയുന്നു എന്നുള്ളത് മാത്രം. അവിടുന്ന് ബോറടിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയ സമയത്ത് ഇങ്ങോട്ട് വന്നതാകാം എന്നുള്ള രീതിയിൽ, എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക, കീപ്പ് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണോ അത് തന്നെ കീപ്പപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പണ്ട് നിങ്ങൾ വളരെയധികം ഈ ഒരു പേഴ്സൻ്റെ വേർഡ്സിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് തരുന്ന എഫേർട്ടിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരാളുടെ വാക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ തന്നെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം, സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് എഫേർട്ട് എടുത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. ബട്ട് ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ സ്റ്റക്കഡാണ്. ബട്ട് ഈ ഒരു പേഴ്സണോട് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പക്ഷെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം മെമ്മറീസ് ഒരുപാട് ഉണ്ട്. അതിനിപ്പം നേരിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നൊന്നുമില്ല. അതിപ്പം ഓൺലൈൻ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസൊക്കെ ആണെങ്കിലും ആ ഒരു ഓർമ്മയുണ്ടാവില്ലേ നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഓരോ മൊമെൻറ്റും ഈ ഒരു വ്യക്തി ഓർക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. കാരണം അതിൽ നിന്നും എത്രത്തോളം മൂവ് ഓൺ ചെയ്യുവാനും ശ്രമിച്ചാലും അതൊന്നും പറ്റില്ല. ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുകയാണ് എന്താണ് ഈ ആക്ച്വൽ സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചെയ്യേണ്ടത്. കാരണം നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ ശ്രമിച്ചാലും അവിടെ പേഴ്സൺ ലെറ്റ് ഗോ അടിച്ച് പോയിട്ടില്ല, സ്റ്റിൽ മെമ്മറീസിൽ സ്റ്റക്കഡാണ്.
ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നിങ്ങളും ചിലപ്പോൾ ഈ ഒരു പേഴ്സണിനെ കുറിച്ച് ഓർക്കുന്നുണ്ടാകാം, അതുപോലെ തന്നെ മെമ്മറീസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് ഇതിൽ തന്നെ സ്ട്രിക്ക് ചെയ്ത് നിന്ന് കാര്യമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളും ഓൺ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഈ പേഴ്സൺ അത്ര ഇഷ്ടമാവുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ നൈറ്റ് ഓഫ് വൺസ് ആണ്, ദ പേജ് ഓഫ് വൺസ് ആണ്, ദെൻ ദ 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷനിലേക്ക് പോകാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിലേക്കും പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ നടുക്കൊരു സ്റ്റക്നെസ് ആണ്. നിങ്ങളെപ്പോഴും എത്ര ലെറ്റ് ഗോ അടിച്ച് പോയാലും ഓർമ്മകളിൽ സ്റ്റക്ക്ഡാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അതന്നെ ചിന്തിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ടൈമുകളെ അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെക്കാളും ഒരുപാട് മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ കരിയറിൽ ഫോക്കസ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ടൈമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ എവിടെയായിരുന്നു റോങ് എന്നുള്ളത് നിങ്ങളിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ആ ഒരു പേഴ്സണായിട്ടൊരു എഫേർട്ട് എടുത്ത് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണെ അല്ല മിസ് ചെയ്യുന്നത്, ആ ഒരു മൊമെൻ്റാണ് മിസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കാൻ തോന്നാത്തത്. കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെയും ഒരു സ്റ്റക്നെസ് ആണ് കാണിക്കുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഒന്നും ഇതിലുണ്ടാവുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവുമെങ്കിലും പിന്നെ നിങ്ങൾ ഓർമ്മകളിൽ സ്റ്റക്ക്ഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ ഇനി ഈ പേഴ്സൺ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു പ്രയോറിറ്റി ഈ ഒരു പേഴ്സണ് കൊടുക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് പലരും. കാരണം ഇത്രയും നാൾ ഈ ഒരു പേഴ്സണ് വേണ്ടി നിങ്ങളുടെ ഹാപ്പിനെസ് മാറ്റിവെച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി, ഒരുപാട് പെയിൻ സഫർ ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. നിങ്ങളിവിടെ കരയുമ്പോഴും അവർ വേറെ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെയോ ഹാപ്പിനെസ്സിലായിരിക്കാം. ഇനി ഈ ഒരു പേഴ്സൺ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഗ്യാപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ് മതി ബാക്കിയുള്ളവർ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. അത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഹീലിംഗ് പീരീഡാണ്. ഈ ഒരു ഹീലിംഗ് പീരീഡിൽ ഒരു പേഴ്സൻ്റെ എൻട്രീനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ സെൽഫായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സെൽഫ് കെയർ കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് എക്സ്ട്രാസ് ആയിട്ട് ദ ഡെത്ത് റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ എൻഡപ്പായി, ഇനി ഇതിലൊരു റീബർത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിചാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്. രണ്ട് സിറ്റുവേഷനിലുള്ളവരും ഉണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ചോടുകൂടി വരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് പെയിനും സഫറിങ്ങും അല്ല, നേരെ മറിച്ച് അതിനൊരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റുമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ആസ് എ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പം തേർഡ് പാർട്ടി ആസ് എ സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ പേഴ്സണ് തോന്നുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, the same cards. കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം സ്റ്റെക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് 2-3 മിസ്സായിട്ടുള്ളൂ. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത്. ദെൻ ദ കിങ് ഓഫ് സോഡ്സ് ആൻഡ് ദ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ,
ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് എനിക്കിവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. അവർക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ആക്ഷൻ എടുക്കാണ്ടിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ പെയിനിലാണ്. കാരണം നിങ്ങളോട് ചെയ്തു പോയ തെറ്റ് കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിലാണ്. ഇത് ടവർ കാർഡാണ്, രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു രണ്ടും ഡിഫറെൻറ്റ് ടെക്കിലെ ടവർ കാർഡാണ്. രണ്ടും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഫാമിലി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. ഈ ഒരു ഇവൻച്വലി നമ്മൾ പറയാറില്ലേ, വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലാണ്ട് ഇതിനായിട്ട് ഞാനൊരു എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അതായത് ഓർമ്മകളിൽ സ്റ്റക്കാണ്, ഒരുപാട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റിൽ സ്റ്റക്കാണ്. അതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളത്ര എന്താണ് പറയുക, പിടി കൊടുക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. രണ്ട് സിറ്റുവേഷൻ തമ്മിൽ ജഗ്ൾ ചെയ്യുവാൻ നോക്കുകയാണ്. അതായത് മേ ബി കരിയർ ആണെങ്കിൽ കരിയർ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, രണ്ട് സിറ്റുവേഷൻ. പക്ഷെ എന്താണ്, ഒന്ന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ ഒന്നിനുള്ള പ്രയോറിറ്റി താണു പോവുകയാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ടും കയ്യിലില്ലാത്തൊരവസ്ഥ. കാരണം ഈ ഒരു വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല. ഒരു ടവർ പോലെ തന്നെ ഒരു സ്റ്റക്നെസ് ആണ്. എത്രത്തോളം മുകളിൽ ഇങ്ങനെ കയറി പിടിക്കാൻ നോക്കിയാലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോപ്പ് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒരു എന്താണ് പറയുക, നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കില്ലേ, അതുപോലെ സ്റ്റിക്ക് ചെയ്ത് നിന്ന് പോയാലും അവിടെ എന്താണ്, കൈ തടഞ്ഞ് താഴെ വീഴുന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് കണക്ക്. കാരണം ഒരു തരത്തിലും ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു അവസ്ഥയിലായിട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ കാണിക്കുന്നത്. ബട്ട് നിങ്ങളുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് കൈൻഡ് ഓഫ് എനർജിയിലാണ്, വേണം എന്ന് ആഗ്രഹിക്കുകയാണ്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഒറാക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചൂസിങ് യുവർ പാത്ത്, വോയേജ് ഓഫ് ദ ഹേർട്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക്, നാവിഗേറ്റിംഗ് ബൈ ദ സ്റ്റാർസ്, ഫോളോ യുവർ പ്ലേസ്. ഓക്കെ, ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്താണോ വേണ്ടത് എന്നുള്ളത് അത് തീരുമാനിക്കാനുള്ള ടൈമാണ്. അതായത് എല്ലാം പോസിബിളാണ്. ഇവിടെ നടക്കൂല എന്നുള്ളത് നിങ്ങൾ ഇപ്പം അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വോയേജ് ഓഫ് ദ ഹേർട്ട് എന്നുള്ളതാണ്. അതായത് ഹൃദയത്തിലേക്കുള്ള ഒരു യാത്ര എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന ഒരു കാർഡാണ്. അതായത് ലവ് ഫ്ലോ ത്രൂ യു ആൻഡ് ടു യു. നിങ്ങൾ തുടങ്ങി നിങ്ങൾ തന്നെ അവസാനിക്കുന്ന ഒരു യാത്രയാണ്. അതായത് നിങ്ങൾ ആദ്യം സെൽഫായിട്ട് ഹീൽ ചെയ്യൂ, സെൽഫായിട്ട് ലവ് ചെയ്യൂ, അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങളിൽ കാണും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ അപ്പ് ചെയ്തോളൂ. അതൊരിക്കലും നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള സെൻസിൽ ഒരിക്കലും കൊണ്ടു ചെന്ന് എത്തിക്കില്ല എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷനായിട്ടുള്ള സൈനിനെക്കാട്ടി കൂടുതൽ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസിനുള്ള പോസിബിലിറ്റീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.